ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലത്തിലും ഈ വികസന മുന്നേറ്റ ജാഥ നടത്തി സമാപിച്ച് ഇന്നലെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലും കോട്ടയം നിയമസഭാ മണ്ഡലത്തിലും വന്ന് സമാപിച്ചു. 7 മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ഇനി കോട്ടയവും അതോടൊപ്പം തന്നെ ഇടുക്കിയും എറണാകുളവും നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. ഇപ്പം ഈ 3 മേഖലാ ജാഥകൾ പൂർത്തിയാകുമ്പോൾ കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലത്തിൽ കൂടെ ഈ വികസന മുന്നേറ്റ യാത്ര അല്ലെങ്കിൽ ജാഥ കടന്നു പോകും. ആ കടന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പദ്ധതികളും അത് ജനങ്ങൾ കൊണ്ട് എത്തിക്കുകയും എന്താണ് ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടെന്നും അതുകൂടാതെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ താഴെത്തട്ടിൽ തൊട്ട് സാധാരണക്കാർ തൊട്ട് മുകളിലുള്ളവർ വരെ പ്രമുഖരായിട്ടുള്ളവരെ വരെ അവിടെ അഭിപ്രായങ്ങൾ തേടി ഇനി എന്തു വേണം, അടുത്ത ഒരു 5 വർഷത്തേക്ക് ഏത് തരത്തിൽ വേണം കേരളം നീങ്ങാൻ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് തിരുത്തേണ്ടത്, ഇനി ഷോർട്ട് ടേമും മീഡിയം ടേമും ലോങ് ടേമുമുള്ള പദ്ധതികൾ എന്താണ് എന്ന് സ്വരൂപിച്ച് അതിനുള്ള ഒരു കോർഡിനേഷൻ നടത്തുകയും കൂടിയാണ് ചെയ്തു വരുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജനസമ്പർക്ക പരിപാടിയും കൂടിയാണ് ഇപ്പം നടത്തുന്നത്. ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ആദ്യമേ വരുന്നത്, നമുക്കറിയാം GST ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമുക്ക് അർഹതപ്പെട്ടത് സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വശത്ത് മലയോര പ്രദേശങ്ങളും കാർഷിക മേഖലയും കർഷകരും, മറുവശത്ത് തീരദേശവും മത്സ്യത്തൊഴിലാളികളും ആ മേഖലകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മധ്യമേഖലയിൽ നമ്മുടെ ആളുകളുടെ താമസവും കാര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആ ബഡ്ജറ്റ് എടുത്തു നോക്കുമ്പോൾ ഒരു വാക്ക് പോലും ഇന്ന് കേരളത്തെ പറ്റി കേന്ദ്ര ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല. നമ്മൾ ഈ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ എപ്പോഴും അവർക്കുള്ള ഒരു കാര്യം, ഒരു ബഡ്ജറ്റ് വരുമ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ആകാശവാണിയിൽ കൂടെ, അതിനുശേഷം ദൂരദർശനിൽ കൂടെ, ഇപ്പോൾ പ്രൈവറ്റ് ചാനലിൽ കൂടെ ഒക്കെ ആ മുഴുവൻ ബഡ്ജറ്റ് സ്പീച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടി കേട്ടിരിക്കുമായിരുന്നു. എന്താണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന വികസനവും എന്താണ് കേരള ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന പദ്ധതികളും. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു തരത്തിലുള്ള ഒരു വികസന പദ്ധതികളും 10 വർഷം എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ BJPയുടെ സർക്കാരിൻ്റെ കാലത്ത് ഒരു പദ്ധതി കേരള സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുന്ന അർഹതപ്പെട്ട ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആമജീവിതമാണ്. നമുക്കറിയാം അതിലേക്കാണ് കേരള സംസ്ഥാനം ഇന്ന് കേന്ദ്രം നൽകിയിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ആ ഒരു വശത്ത് നിൽക്കുമ്പോൾ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വികസന കാര്യങ്ങളൊക്കെ കേരള സംസ്ഥാനത്ത് ചെയ്ത വികസന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതിലേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വലുതും ചെറുതും പെൻഷനും ഒക്കെയായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും പാർലമെൻറ്റിനകത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJP നേതാക്കന്മാരും സംസാരിക്കാൻ പോകുന്നത് ദിസ് ഇന്ത്യ ഗോയിങ് ടു ബിക്കം തേർഡ് എക്കണോമിക് പവർ ഇൻ ദ വേൾഡ് ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എക്കണോമിക് പവർ ഇൻ ദ ഫ്യൂച്ചർ, തേർഡ് എക്കണോമിക് പവർ എന്ന് പറയുമ്പോൾ ഇന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത്?
ഇന്ന് ഫോറിൻ പോളിസി ആകമാനം നമ്മൾ നോക്കിയ ഒരു ഫെയിലറായിട്ട് മാറിയിരിക്കുന്നു. ട്രംപാണ്, അമേരിക്കയാണ് തീരുമാനിക്കുന്നത് ഇന്ത്യ എന്ത് ചെയ്യണമെന്നുള്ളത്, അല്ലേ? ഇവിടെ ഇന്ത്യ രാജ്യത്തൊരു പെട്രോളിയം മന്ത്രി ഉണ്ടോ? അവരല്ല തീരുമാനിക്കേണ്ടത് എവിടുന്ന് പെട്രോള് ഇറക്കുമതി ചെയ്യണം, എന്തൊക്കെയാണ് ആരുമായിട്ട് അലയൻസ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ട്രംപ് 9:30 ഒരു മെസ്സേജ് ട്വീറ്റ് ചെയ്യുന്നു, ഇതാ ഗൗരവമായ അല്ലെങ്കിൽ ഏറ്റവും ആനുകൂല്യം നിറയുന്ന ഒരു പദ്ധതി ഇന്ത്യക്ക് സമർപ്പിക്കാൻ പോകുന്നു, എല്ലാവരും ഏറ്റിരുന്നു, മന്ത്രിമാരെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. 10:30 അടുത്ത് വരുന്നു, 11 അടുത്ത് വരുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു അമേരിക്കയിൽ നിന്ന് എണ്ണ എടുക്കാൻ തീരുമാനമെടുത്തു. ആരാ? ഇന്ത്യ. അവർ പറയാ, ഇവിടുത്തെ പെട്രോളിയം മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ അല്ല പറയുന്നത്, വെനിസ്ലയിൽ നിന്ന് എടുക്കാൻ പോകുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇന്ന് ഇന്ത്യ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടുത്തെ എക്കണോമിക് പവറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോഴും ഇത് വളരെ പ്രതികൂലമായി ഇനി വരാൻ പോകുന്ന, അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇങ്ങോട്ട് ഡ്യൂട്ടി കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ വിപണിയെ തകർക്കുവാൻ, നമ്മുടെ കാർഷിക മേഖലയും നമ്മുടെ ഈ മേഖല കേരളമൊക്കെ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്കുള്ള ഫോറിൻ പോളിസിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ ജനറലായിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇപ്പം ഞാൻ കോട്ടയത്ത് തീർച്ചയായും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ റബ്ബറിനെ പറ്റി സംസാരിക്കും, നിങ്ങൾ റബ്ബറിനെ പറ്റി ചോദിക്കും. റബ്ബറുമായി ബന്ധപ്പെട്ട എപ്പോഴും നമ്മൾ എത്രയോ ഇടപെടലുകൾ നടത്തി, സമരങ്ങളും നടത്തി, പദ്ധതികളും നടത്തി. ഈ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ 150, 170, 180, 200 നമുക്ക് ഉയർത്തിയുണ്ടായി. അത് 250 അതിന് സംശയമൊന്നുമില്ല, നമ്മുടെ കർഷകരുടെ ആവശ്യം. പക്ഷേ ഈ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് 200 ഇവിടെ റബ്ബറിൻ്റെ വില, സ്വാഭാവിക റബ്ബറിൻ്റെ വില കൂട്ടണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് 1 മിനിറ്റ് മതി, 1 മിനിറ്റ് മതി. അത് ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചുങ്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനം എന്തിന്? ആ ഇറക്കുമതി ചുങ്കം എന്തിനാണ്? ഇറക്കുമതി ചുങ്കം എപ്പോഴും ഒരു കാർഷിക വിപണിക്ക് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നത്തിന് ചുങ്കം അത് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടുത്തെ വിപണിയെ നിയന്ത്രിക്കാനല്ലേ, ഇവിടെ വില ഇടിയാതിരിക്കാനല്ലേ, ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനല്ലേ. ആ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്ന കർഷകന്റെ വേർപ്പാണ്, അവർക്കുള്ളതാണ്. അത് റബ്ബറിന്റെ കാര്യത്തിൽ മാത്രമല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്ത് എന്തിൻ്റെ ആകട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന കഴിഞ്ഞ 5 വർഷക്കാലമായി 7,000 കോടി രൂപ ഇന്ന് വരുമാനമായി എക്സ്ചക്കറിലേക്ക് പോയിട്ടുണ്ട്. അത് എക്സ്ചക്കറിലേക്കല്ല പോകേണ്ടത്, അത് ഇവിടുത്തെ കർഷകരിലേക്കാണ് പോകേണ്ടത്. ഈ രാജ്യത്ത് ഏതാണ്ട് 75% സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്താണ്. നമ്മുടെ സമ്പദ്ഘടനയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും റബ്ബറിൻ്റെ വിലയെ ആശ്രയിച്ചാണ്. അത് റബ്ബർ കർഷകർക്ക് വേണ്ടി മാത്രമോ. റബ്ബറിൻ്റെ വില കൂടുമ്പോൾ ഈ നമ്മുടെ വിപണി വൈബ്രൻ്റ് ആവുന്നു, എല്ലാവർക്കും ആ വരുമാനം. പെട്രോൾ അടിക്കുന്നു, ടയർ മേടിക്കുന്നു, കടകളിൽ വരുന്നു, തൊഴിൽ കിട്ടുന്നു, ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു 5,000 കോടി 75% അതിൻ്റെ എങ്കിലും കൊടുത്ത് ഈ വിലസ്ഥിരതാ ഫണ്ട് അത് 250, 300 കേന്ദ്രത്തിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യാം. 1. 2, പ്രധാനമായി ഞാൻ 1 മിനിറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്ക് കൂട്ടിയെങ്കിൽ അത് തീർച്ചയായും ഈ പറയുന്ന നമ്മുടെ ഇറക്കുമതി കുറയ്ക്കുവാൻ കഴിയും. അതവർ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്ന ജൂട്ട് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യുകയും ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്താണ് നമ്മൾ കേരള സംസ്ഥാനത്ത് കണ്ടിരിക്കുന്ന റബ്ബർ ബോർഡ്, റബ്ബർ ആക്ട് തന്നെ ഏറ്റവും ആദ്യമേ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഒരു ബില്ലാണ് റബ്ബർ ആക്ട്. ആ റബ്ബർ ആക്ട് എത്രയോ 60 വർഷം 70 വർഷമായി. ആ റബ്ബർ ആക്ട് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ എനാക്ട് ചെയ്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർമിയിലും
ഒക്കെ ഡിഫൻസിലൊക്കെ ഉപയോഗിക്കുന്ന റബ്ബറാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് കേരള സംസ്ഥാനമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അത് പുറത്തെ നോർത്ത് ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ വ്യാപകമായ കൃഷിയൊക്കെ നടന്നോട്ടെ, പക്ഷേ അതിൻ്റെ വിപണി തന്നെ ഇന്ന് അതിൻ്റെ മാർക്കറ്റ് തന്നെ അതർസിലേക്കും ത്രിപുരയിലേക്കും കൊണ്ട് എത്തിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ലോജിസ്റ്റിക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇവിടെ നിന്ന് കൂടുതൽ വരുന്നു. അവിടെ നിന്നാകുമ്പോൾ ആ പ്രൊഡക്ഷൻ അവിടെ വന്നു കഴിയുമ്പോൾ മാനുഫാക്ചർ കൽക്കട്ടയിലേക്കും മഹാരാഷ്ട്രയിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പം വരുന്നു, കുറച്ചുകൂടെ ചീപ്പറായിട്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇത് പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് UPA സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ലിബറൈസ് ചെയ്തു, ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു, ഇങ്ങോട്ട് ഇമ്പോർട്ട് കൂടുതലായി വന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ റബ്ബറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ ആളിക്കത്തി നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് കുറച്ച് രൂപയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആശ്വാസകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് UDFും BJPയും ഒരേ വികസന വിരുദ്ധ തൂവൽ പക്ഷികളായിട്ടാണ് കാണുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഗെയിൻ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോടൊപ്പം പദ്ധതികളോടൊപ്പം ഇവർ യോജിച്ച് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. പല നിയമങ്ങളും പല പദ്ധതികളും കേന്ദ്രം കേരളത്തിന് എയിംസ് ഉൾപ്പെടെയുള്ളത് തരാത്തത്. എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോയിക്കോട്ടെ. ഞാൻ ഈ പറയുന്ന BJP ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യമേ കോട്ടയത്തൊരു എയിംസ് വേണമെന്ന് നമുക്കറിയാം. ലോക്സഭയിലായിരുന്നപ്പോഴും ഇപ്പോഴും വിവിധ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒന്ന് IIITയും ഇത് നിങ്ങളുടെ പറയുന്നത് പോലെ ജേർണലിസവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം സയൻസ് സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എയിംസ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ്. അതിനുവേണ്ടി അവർ സ്ഥലം, ഞാൻ അന്ന് ഹർഷവർദ്ധനായിരുന്നു അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി. ആദ്യത്തെ ഇവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യമേ ഞാൻ ചെന്നു, പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു, സ്ഥലം വേണമെന്ന് പറഞ്ഞു. അവൾ മെഡിക്കൽ കോളേജിൻ്റെ പുറകിലുള്ള ഒരു വില്ലേജ് ഓഫീസറിനെ കൊണ്ട് റിട്ടയർ ചെയ്തുകൊണ്ടുണ്ട് സ്ഥലം ഞാൻ കണ്ടെത്തി. അവിടെ ഏതാണ്ട് ഒരു 100 ഏക്കർ അടുത്തോളം അവിടെ കുറച്ച് സ്ഥലം മെഡിക്കൽ കോളേജിൽ തന്നെ വെറുതെ വേസ്റ്റായിട്ട് അതിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കൂട്ടിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു അത് കേരളത്തിലേക്ക് തരും. എങ്ങോട്ടാണെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞില്ലെങ്കിലും പേഴ്സണലായിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഓക്കെ റെഡി, എല്ലാം പേപ്പറും കണ്ണും സ്കെച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ പറഞ്ഞു അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് സ്ഥലം 100 ഏക്കറല്ലേ ഉള്ളൂ, അപ്പോൾ അതല്ല ഒരു 200 ഏക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ആദ്യമേ എത്രയും മതി. അപ്പോൾ ഞാൻ റിസർച്ച് നടത്തി നോക്കിയപ്പോൾ ഭുവനേശ്വറിൽ അവിടെ എയിംസ് ഉള്ളത് 90-99 ഏക്കറിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പോയി പറഞ്ഞു. അപ്പോൾ പറയാതെ പറഞ്ഞു അത് ഒരു പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ എയിംസ് ഒന്നും ഒരു എയിംസും വരാൻ പോകുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വരാൻ പോകുന്നില്ല, ഒരു റബ്ബറിൻ്റെ വിലയും കൂടാൻ പോകുന്നില്ല, ഒരു വികസന പദ്ധതിയും വരാൻ പോകുന്നില്ല. അൺലെസ് അതർവൈസ് ഒരു രാഷ്ട്രീയ നേട്ടം BJPക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ UDF ഇതിനോടുകൂടി യോജിക്കാം. ഏതെങ്കിലും വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം പോട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം എത്രയോ വികസന പദ്ധതികൾ നടത്തി. ഏതെങ്കിലും അവർ പറയട്ടെ ഇത് ചെയ്യാൻ പാടില്ല, എന്നാൽ വികസനം നടത്തിയതിനു ശേഷം ഇത് തെറ്റായി പോയി എന്ന് പറയട്ടെ. നീ അതിനെ കൂടി സഹായിക്കണ്ട. പക്ഷേ എല്ലാ വികസനവും അവർ ഉപയോഗിക്കുന്നുണ്ട്, പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFും BJPയും ഒരേ വികസന വിരുദ്ധ തൂവൽ പക്ഷികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ഒക്കെ എന്താണ്? വിവാദം കൊണ്ടുവരുന്നത് മൊത്തം ഈ വികസനത്തിനെ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ മൈലേജ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും
അപ്പം ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയമെല്ലാം അതിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. അതാണല്ലോ അവരുടെയും ആവശ്യം, അതാണല്ലോ എല്ലാവരുടെയും ആവശ്യം, അല്ലേ? BJPയുടെയും UDFിൻ്റെയും ആവശ്യം. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിൽ കോടതിയിലേക്ക് മറ്റാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് CBI വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം കോടതി തന്നെ എടുത്തൊരു കേസ് അവിടുത്തെ ബോർഡ് എടുത്തു, അവിടുത്തെ ബെഞ്ച് എടുത്തു. അവർ തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ടീമിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു. അവർ പറഞ്ഞു ഇതൊക്കെ സംഗീതം, പക്ഷേ ഒരു കാര്യം പറയാൻ, അത് കൃത്യമായിട്ട് നേരെ ചൊവ്വയാണ് അതിൻ്റെ അന്വേഷണം പോകുന്നെന്നും ആ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരനാണെങ്കിലും അവരെ വെറുതെ വിടില്ല എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാം പോകുക. എനിക്ക് ഒരു ഇതുള്ളത്, UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ, അത് UDF വരില്ല, വന്നാൽ ശബരിമല ഈ ഇഷ്യൂ അവർ അട്ടിമറിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇതാണ് അതുമായിട്ട്. അപ്പം എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞത്, അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ആര് കുറ്റക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരാൾ പോലും രക്ഷപ്പെടില്ല കുറ്റക്കാരാണെങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതും എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ കോട്ടയമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ ഈ ബഡ്ജറ്റിൽ തന്നെ എത്രയോ കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഇപ്പോൾ ശബരി റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഈ MC റോഡ് 4 ലൈനുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ ഈ കേന്ദ്രം ഒരു വികസന സെൻ്ററായി മാറ്റുവാനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ തന്നെ വിവിധ പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൻ്റെ യോഗം ഞങ്ങൾ 10:30 നമ്മൾ പാമ്പാടിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റുമാനൂരും, അതിനുശേഷം കടുത്തുരുത്തിയിലും, അതിനുശേഷം ഇന്ന് തന്നെ വൈക്കത്ത് സമാപിക്കുന്നതാണ്. അപ്പോൾ അതിനെല്ലാം അത് കടുത്തുരുത്തിയിലെ കുറവിലിങ്ങാട്ട് വെച്ചാണ് എൻ്റെ സെൻറ്റർ. അത് കഴിഞ്ഞൊരു വൈക്കത്താണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ പരിപാടിക്ക് സഹകരണം ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഇപ്പം കാണുന്നത് വളരെയധികം നേതാക്കളുടെ പേര് ചോദ്യത്തിന് ക്യൂ നിൽക്കുകയാണെന്ന് കേൾക്കുന്നു. ഈ അടൂർ പ്രകാശിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടൂർ പ്രകാശിനെ എന്തടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെന്നൊക്കെയുള്ളതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. അടൂർ പ്രകാശിനെ ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ? അല്ല, അതിപ്പോൾ തീരുമാനിക്കേണ്ട ഞാനല്ലല്ലോ. അത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കോടതി ഇരിക്കുന്നു. അവർക്ക് സംശയത്തിന് മുഴുവൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യും. അത് ക്ലിയർ ചെയ്യേണ്ടതാണ്, ക്ലിയർ ചെയ്യും. അതിന് ഞാൻ ഒരു ഉത്തരം പറയേണ്ട ആളല്ലല്ലോ. കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. ഞാൻ ഇന്ന ആളോ ഇന്ന ഇതാ ഒരു സമുദായം എന്നുള്ള രീതിയിലല്ല. പക്ഷേ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്കെന്ത് വികസനമുണ്ടായാലും ആ വികസനത്തിനോടൊപ്പം അവിടെ ഒരു സമാധാനമില്ലാത്തൊരു സ്ഥലമായി മാറിയാൽ, ഒരു സംഘർഷമുള്ള സ്ഥലമായി മാറിയാൽ, എന്തിനും നമ്മുടെ കുടുംബത്തിൽ പോലും എത്ര പണമുണ്ട്, എത്ര വികസനമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘർഷം അല്ലെങ്കിൽ സമാധാനമില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം എടുത്തു നോക്കിയാൽ ഒരു കലാപമോ ഒരു സംഘർഷമില്ലാത്ത ഒരു പ്രദേശമാണ് നമ്മുടെ കേരള സംസ്ഥാനം. കലാപം രൂപപ്പെടുവാൻ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ചിലവർക്ക് ആഗ്രഹവും കാണും. പക്ഷേ ഇല്ലാത്തതിൻ്റെ കാര്യം അതിനെ അടിച്ചമർത്തും കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം. കലാപമുണ്ടായ എത്രയോ കാര്യങ്ങളുണ്ട്. തലശ്ശേരി കലാപവും, പൂന്തറ കലാപവും, വിഴിഞ്ഞം കലാപവും, മാറാട് കലാപവും ഒക്കെ ഉണ്ടായിട്ടില്ലേ? എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താകട്ടെ, എനിക്ക് തോന്നുന്നു ഇതുമായി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് കലർത്താതെ ഇതുമായി ഏതെങ്കിലും ഒരു നേട്ടം നേടുവാൻ വേണ്ടി സ്വന്തം നമ്മുടെ ആ സംസ്ഥാനത്തെ നമുക്ക് വിലക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ആന്റണി എംപിക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. അത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എൻ എം രാജുവാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കേസുകളൊക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ
ആന്റോ ആന്റണി പറയുന്നത് അതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതാണ്. അദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപന ഉടമസ്ഥനാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു 3 വർഷക്കാലം മുമ്പ് രാജിവെച്ച് പോയിരുന്നു. അവിടെ ചില വിഷമങ്ങൾക്ക് പുള്ളിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇത്ര രൂപ എടുത്തു, ഇത്ര രൂപ തിരിച്ചു തന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കൊടുത്ത ഇൻഫർമേഷനാണ് അത്. അവർ പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരും ഇങ്ങനെ ക്യൂ നിൽപ്പുണ്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വേണ്ടി. അതിലേക്കൊക്കെ ഞാൻ ഒരു കാര്യം ഉത്തരം പറയുന്നത് ശരിയല്ല, കോടതി നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ ഇതൊക്കെ അതൊക്കെ അവർ പരിശോധിച്ചോളും. പൈസ കൊടുത്തത് അന്ന് LDFിലുള്ള ആളുകളും രാജ്യത്തിൽ നിന്ന് പണം വാങ്ങിച്ചു എന്നുള്ളതാണ് ആന്റോ ആന്റണി പറയുന്നത്. ആയിക്കോട്ടെ, എല്ലാം പരിശോധിച്ചോട്ടെ. ആരെങ്കിലും കുറ്റാതെ LDFിലായിക്കോ UDFിലാക്കട്ടെ BJPയിലായിക്കോട്ടെ, ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവരെ വെറുതെ വിടില്ല. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പരിശോധിച്ച് വരുമ്പോൾ എങ്ങോട്ടാ ചെന്ന് എത്തുന്നത് മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ലേ? എത്രയേ ഉള്ളൂ. ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പകുതി തുക ചെലവഴിക്കുകയാണ് കിഫ്ബി പദ്ധതിയിലൂടെ. മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള സമീപനമാണ് കേരളം പുലർത്തുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റ് ശബരി റെയിൽവേയോട് പോലും ഇത്തരത്തിലൊരു മുഖംതിരിക്കുന്ന സമീപനമാണ്. അത് ഞാൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിനും, ഇപ്പോൾ ബീഹാർ എടുത്താലും അവിടെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ എടുക്കുമ്പോഴും, മധ്യപ്രദേശ് എടുത്താലും UP എടുത്താലും അവരോടുള്ള സമീപനമല്ല. അവിടെ BJP ഭരിക്കുന്നു. BJP ഭരിക്കാത്ത അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരോട് മറ്റൊരു രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നടത്തുന്നത്. അത് വളരെ വളരെ ക്ലിയറായിട്ട് എവിഡൻ്റായിട്ട് നടക്കുന്നു. അത് എങ്ങനെയെങ്കിലും ആ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ഓരോ കണ്ടീഷൻസ് വെക്കും. അല്ലെങ്കിൽ ഇത്ര ശതമാനം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. ഇപ്പം നാഷണൽ ഹൈവേ പോലും അങ്ങനെയല്ലേ, 5800 കോടി രൂപ നിങ്ങൾ സ്ഥലത്തിന് വേണ്ടി തരണം. ഇവിടുത്തെ സ്ഥലത്തിന് വില കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നേ പറ്റൂ. മറ്റു സംസ്ഥാനങ്ങൾ അത് മേടിക്കാതിരിക്കുന്നു. എന്തൊരു നീതിയാണ്! ശബരിമല SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഇടപാടുകളും ബന്ധങ്ങളും നിങ്ങൾ മുഴുവൻ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയുമായി അടുപ്പമുള്ള നേതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അടൂർ പ്രകാശുണ്ട്, കടകംപള്ളിയുണ്ട്, പലതരം. ഈ ചിത്രത്തിലുള്ള ആളുകളൊക്കെ കുറ്റക്കാരാണെന്ന് LDFിന് അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? എങ്ങനെയാണ് അത് പറഞ്ഞ അങ്ങനെ ചിത്രത്തിൽ കണ്ട ആൾക്കാരെല്ലാം അവരെല്ലാം കുറ്റക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമേ സോണിയാഗാന്ധിയെ പുറത്താക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് SIT പരിശോധിച്ചോട്ടെന്നേ. ഞങ്ങൾ ധൈര്യമായിട്ട് പറയല്ലേ, മുഖ്യമന്ത്രി ധൈര്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ എന്താ അങ്ങനെ പറയുമ്പോഴും അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, സോണിയാഗാന്ധിയെ പോലെയുള്ള തന്ത്രപ്രധാനമായ സുരക്ഷയുള്ള ഒരു ആളിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ പോറ്റി അവിടെ എത്തിപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ കാര്യമല്ലേ? ഞാൻ പറയുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എങ്ങോട്ടാ ചെന്ന് എത്തുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഇരുന്നൊരു കമൻറ്റ് പറയുന്ന കോടതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നിടത്തും അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക്. അതുകൊണ്ട് അത് അവരന്വേഷിക്കട്ടെ. അത് കൃത്യമായി നിങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ആ ഉത്തരം പറയാതെ തന്നെ പറയുന്നത് നല്ലതുമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായി അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം പറഞ്ഞല്ലോ. കുറ്റക്കാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ നടപടിയും ഉണ്ട്. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഈ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ഫോട്ടോ പുറത്തു വരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആകെ ഒരു തവണ മാത്രമേ. ഇത് ഒരാൾ കണ്ടു അല്ലെങ്കിൽ ഒരാൾ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടു എന്നുള്ളതല്ലല്ലോ. അത് അന്വേഷിക്കട്ടെ. ചിലപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ ചുറ്റുപാടും പല ഫോട്ടോകളും പല ആളുകളും നേതാക്കന്മാരും ഒന്നൊക്കെ കൈ കൊടുക്കുന്നത് കാണും. അത് അപ്പോൾ നമ്മളൊരു പൊതുപ്രവർത്തനം നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഞാൻ പറയുന്നത് ഇത് കൃത്യമായി അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. ഞമ്മക്കൊന്നും മറയ്ക്കാനില്ല. വീട്ടിൽ പോയി കാണുന്ന അന്ന് ചിലപ്പോൾ പോറ്റി കുറ്റക്കാരനെന്ന് അറിഞ്ഞു കാണിയല്ല. അല്ലേ? SIT അന്വേഷിക്കട്ടെ.
ആയിക്കോട്ടെന്നേ, അത് അന്വേഷിക്കട്ടെന്നേ. ആന്റോ പറഞ്ഞ 13 കണ്ടെന്ന് പറഞ്ഞു, അടൂർ പ്രകാശ് പറഞ്ഞ 19 കണ്ടെന്ന്. അപ്പൊ ഇവരില്ലാതെ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലേ ഇപ്പൊ മനസ്സിലാകുന്നത്. വരട്ടെ. അങ്ങനെ പല കേസുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. അവിടുന്ന് പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ 2021 അതിന്റെ SIT അവരോടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. 2021 ഇതുപോലെ തന്നെ ഒരു കേസ് വന്നല്ലോ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് പിന്നെ എന്തായി? അപ്പോൾ ഇതുപോലെ ഒരു കേസ് സർക്കാരിനെതിരെയൊക്കെ കൊണ്ടുവരാൻ, കണക്ട് ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇതിൻ്റെ ധ്വനി പോകുന്നതും ഇതിൻ്റെ സൂചന പോകുന്നതും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. പലരും ഇനി ക്യൂവിലുണ്ട്. ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ? ജോസഫ് ഗ്രൂപ്പ് ക്ഷണം നിരസിച്ചിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പ് ക്ഷണം നിരസിച്ചിട്ടുണ്ട്. അല്ല, രണ്ട് കാര്യം ഞാൻ ഇന്നലെ അതൊന്ന് നോക്കി. ആരാണ്ട് ഒന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പ് ക്ഷണം അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യുന്നു. വേണ്ട, ഞങ്ങൾക്ക് വേണമെന്നും നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അത് PJ ജോസഫിൻ്റെ ഗ്രൂപ്പാണ് ഞങ്ങളാണ് അതിൻ്റെ തറവാട് എന്ന് പറഞ്ഞു. ഞാൻ ഈ തറവാടിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. അതിനുവേണ്ടി ഞാനൊന്ന് ഇതിൻ്റെ ബാധ്യത, ഇതിൻ്റെ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു നോക്കി. എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കിയപ്പോൾ എറണാകുളത്ത് നമ്മുടെ കുമാരനാശാൻ നഗറിൽ അവിടെയുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് അത് കിടക്കുന്നത്. അദ്ദേഹം ഇടയ്ക്കൊക്കെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് വരാറുമുണ്ട്. അപ്പോൾ ഇവർ അന്യസംസ്ഥാന ആൾക്കാരാണോ ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. തറവാട് ഏതൊക്കെയാലും അത് കുമാരനാശാൻ നഗറിലുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ്. അത് പിന്നെ നാളെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ നാളെ ഞാൻ ഉത്തരവും പറയാം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ചേ കുമാരനാശാൻ നഗറിൽ അവിടെ ആരുടെ പേരിലാണ് എന്നുള്ളത്. അപ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ആധാരം എടുത്ത് നോക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ തറവാട് എന്ന്. അല്ല, അവരവിടെ പറഞ്ഞു തറവാട് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് തറവാട് PJ ജോസഫിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഞാനുള്ള ഉത്തരം പറഞ്ഞു.